ചേറ്റൂർ വിഷയത്തിൽ ബി.ജെ.പി കോൺഗ്രസ് പോര് മുറുകുന്നു. അനുസ്മരണ പരിപാടി നടത്തുന്നതിൽ ബി.ജെ.പിയെ പരിഹസിച്ച് പാലക്കാട് ഡി.സി.സി പ്രസിഡന്റ് എ തങ്കപ്പൻ. അനുസ്മരണം ബി.ജെ.പിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതിനാലെന്ന് പരിഹാസം. ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചിട്ടില്ല എന്ന് എ തങ്കപ്പൻ വ്യക്തമാക്കി. ചരിത്ര പുരുഷന്മാർ ബി.ജെ.പിക്ക് ഇല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള നേതാക്കന്മാർ പറയും ബി.ജെ.പിക്ക് ഇല്ലാത്തതുകൊണ്ടും ആ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് മുന്നിൽ നിർത്താനില്ലാത്തതുകൊണ്ട് പട്ടേൽ അതുപോലെ തന്നെ ശങ്കരൻ നായർ സുരേഷ് ഗോപി വന്നതുകൊണ്ടൊന്നും ശങ്കരൻ നായർ ബി.ജെ.പി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചേച്ചൂർ മരണപ്പെട്ടിട്ട് 6 വർഷങ്ങളായല്ലോ. ബി.ജെ.പിക്ക് ഇപ്പോഴല്ലേ തോന്നി. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് അനുസ്മരിക്കാറുണ്ട്. അയാൾക്ക് അതിൻ്റെ ബഹുമാനം കൊടുക്കാറുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവർ പുതിയ ഒരാൾ വന്നപ്പോൾ ഇവർക്ക് തോന്നുകയാണ് എങ്ങനെയെങ്കിലും റാഞ്ചി നേതാക്കന്മാരുടെ മുന്നിൽ നിർത്താൻ വേണ്ടി ചെയ്യണം. അത് അവർക്ക് നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ്. ചേറ്റൂരിനായി അടച്ചിട്ട മുറിയിലല്ല കോൺഗ്രസ് യോഗം നടത്തേണ്ടതെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. കെ സുരേന്ദ്രൻ ചേറ്റൂരിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയതിനു ശേഷമാണ് കോൺഗ്രസ് അദ്ദേഹത്തെ ഓർക്കുന്നതെന്നും സി കൃഷ്ണകുമാർ. ബി.ജെ.പി ചേറ്റൂരിൻ്റെ സ്മൃതി ദിനം ദിവസം ഞങ്ങൾ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടത്തുന്നുണ്ട്. ബഹുമാന്യമായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു. ചേറ്റൂർ ശങ്കരൻ നായർ വിഷയത്തിൽ ഏതായാലും വലിയ തോതിൽ ഇപ്പം ഹെഡ്ഗേവാറിന് ശേഷം അവിടെ ചേറ്റൂർ ശങ്കരൻ നായർ വിഷയത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പാലക്കാട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയമായി നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. ഈ ചേറ്റൂർ ശങ്കരൻ നായർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നേതാക്കന്മാരാണ് അവിടെ പ്രതികരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏപ്രിൽ 24 ചേറ്റൂർ ശങ്കരൻ നായരുടെ ചരമദിനം. ആ ദിവസം ഇപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും വ്യത്യസ്ത അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിന് പുറമെ രാഷ്ട്രീയ പ്രാധാന്യം വന്നത് ബി.ജെ.പി അനുസ്മരണ പരിപാടി പ്രഖ്യാപിച്ചതോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ചരമദിനം അവിടെ പുഷ്പാർച്ചന നടത്തുകയും അനുസ്മരണ യോഗം സംഘടിപ്പിക്കാൻ ബി.ജെ.പി തീരുമാനിച്ചിട്ടുള്ളത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കും എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് കടുത്ത വിമർശനവും പരിഹാസവുമായി കോൺഗ്രസ് നേതാക്കൾ വന്നിട്ടുള്ളത്. ഡി.സി.സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നത് ബി.ജെ.പിക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളോ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളോ ഇല്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങളുടെ നേതാക്കളെ അവർ റാഞ്ചുന്നത് എന്നുള്ള പരിഹാസമാണ് എ തങ്കപ്പൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ ബി.ജെ.പി പറയുന്നത് അർഹമായ ഒരു പരിഗണനയും ചേറ്റൂരിന് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ചേറ്റൂരിന്റെ സംഭാവനകൾ ജനങ്ങളെ അറിയിക്കുന്നതിനും മറ്റുമാണ് ബി.ജെ.പി അനുസ്മരണ പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ മറുപടി. എന്തായാലും 24 നടക്കുന്ന ഈ പരിപാടി ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭ നടത്തുന്ന ഒരു പദ്ധതിക്ക് RSS നേതാവായ ഹെഡ്ഗേവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം പാലക്കാട് നിലനിൽക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് AICC അധ്യക്ഷനായിട്ടുള്ള ഏക മലയാളി ചേറ്റൂരിന്റെ അനുസ്മരണ പരിപാടി നടത്താൻ ബി.ജെ.പിയും മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രസാദ്, ഇതിനകത്ത് ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബത്തിന്റെ നിലപാടും നിർണായകമാണ്. അവർ ഏതായാലും ഈ വിഷയത്തിൽ ബി.ജെ.പിക്ക് ഒപ്പമാണ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഇതിൽ കുടുംബത്തിലെ വിയോജിപ്പുണ്ട്. കാരണം കുടുംബം പറയുന്നത് അർഹമായ പരിഗണന കോൺഗ്രസ് നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെയും വിമർശനം. ചേറ്റൂർ ഏക മലയാളിയായ AICC അധ്യക്ഷനായിട്ട് പോലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വമോ അത്തരത്തിലൊരു പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്ന സമയത്ത് അവർ ആഗ്രഹം പറയുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ വെക്കുന്നത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ അതിനുള്ള മരണാനന്തര ആദരവ് നൽകുന്നതിൽ പ്രതീക്ഷ ആ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ചേറ്റൂരിന് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളത് ബി.ജെ.പി മാത്രമല്ല ചേറ്റൂരിന്റെ കുടുംബവും അത്തരമൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി, പാലക്കാട് നിന്ന്.